ജാനിക്കുട്ടി ഉറക്കം വരുന്നുണ്ടല്ലോ, ഒരു കഥ പറഞ്ഞു തരുമോ? പറ. അമ്മുണ്ടായി, അപ്പച്ചുണ്ടായി, ചിത്തമാരുണ്ടായി, അച്ഛണ്ടായി, നമ്മ ഉണ്ടായി. ആണോ കഥ? അങ്ങനെയല്ല, ഒരിടത്ത് ഒരു പുലി ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ. പുലി ഉണ്ടായിരുന്നു. ബാലൻസ്. അപ്പൊ അടുത്ത ആളും കഥ പറഞ്ഞ് ഉറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആള് കഥ പറ. പല്ലില്ലാത്ത അമ്മൂമ്മയാട്ടോ. ഒരിക്കലും ഒരു കാട്ടില് ഒരു സിൻഡറ ഉണ്ടായി. ആ സിൻഡറയില് ഒരു നല്ലൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടീനെ സിൻഡറിനെ ഇഷ്ടമായിരുന്നു. കുറെ ദിവസമായി ആ കുട്ടീനെ സിൻഡറിനെ കാണാൻ ഇഷ്ടം. അപ്പൊ സിൻഡറിന്റെ അടുത്ത് പോയപ്പോ സിൻഡറ പറഞ്ഞു, എന്റെ നാട്ടിൽ നിനക്ക് വരാൻ പറ്റില്ല എന്ന്. ഇവിടെ കുറെ ജീവികളുണ്ട്, അതിനൊക്കെ വീടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഒരു ദിവസം സിൻഡറ വീട്ടിലേക്ക് വന്നു. ആ സിൻഡറ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രാമത്തിൽ നിനക്ക് വരാന്ന്. അവിടുത്തെ ആൾക്കാരിപ്പം ഭൂമിക്ക് വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ആ സിൻഡറിൻ്റെ കൂടെ പോയി. അപ്പം അവിടുത്തെ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കണം. അവരുടെ വീട്ടിൽ കുറച്ച് പേരുള്ളവർ നമുക്ക് അത് സിൻഡറിൻ്റെ അടുത്ത് പോയി നമുക്ക് കുറച്ചേരം കളിക്കാമെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോയപ്പോൾ അവിടെ സിൻഡർ ഉണ്ടായില്ല. അതൊരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ എപ്പം സിൻഡറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ആ സിൻഡറിൻ്റെ കൂടെ ഒരു കറുങ്ങാമ്പ്. അപ്പം ആ കറുങ്ങാമ്പ് ഇപ്പം സിൻഡറിനെ കണ്ടു. സിൻഡറിൻ്റെ കൂടെ കളിക്കാൻ പോയി. അപ്പം കളിക്കാൻ പോയപ്പോൾ നമുക്ക് കളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം കളിച്ചപ്പോൾ എല്ലാവരും കളിക്കാൻ വന്നു. അപ്പം സിൻഡറ എന്ത് കളി കളിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞവര് അത്രപ്പിത്തള കളിക്കാൻ എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മാലാകനെ പിടിച്ച് കളിക്കാന്ന് പറഞ്ഞു. അപ്പം മാലാകേന്ന് വിളിച്ചു. അപ്പം മാലാക ഉണ്ടോ? അപ്പം സിൻഡറോട് മാലാക പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടതെന്ന്. അപ്പം എനിക്ക് എൻ്റെ കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പം സിൻഡറ പറഞ്ഞു, മാലാക പറഞ്ഞു, അതിനെന്താ കളിക്കാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭൂമിയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. സിൻഡറിൻ്റെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും സിൻഡറിൻ്റെ വീട്ടിലിപ്പം. അപ്പം താങ്ക് യു. ഉറങ്ങടി. അപ്പൊ സൂപ്പർ കഥയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ കഥയൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാണ്. സൂപ്പർ കഥ പറഞ്ഞ പൂഞ്ചയ്ക്ക് താങ്ക് യു. ബൈ ബൈ.